ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്നത്തെയും പോലെ ഒരു അടിപൊളി കിടുക്കാച്ചി ടിപ്പുമായിട്ടാണ് സൂപ്പ് വന്നത്. ഇന്നും നമുക്ക് കാർക്കൂന്തലൊക്കെ അങ്ങോട്ട് കറപ്പിക്കാം കേട്ടോ. അപ്പോഴേ നമുക്ക് ഒന്നീ നമ്മൾ കറുപ്പിക്കും അല്ലെങ്കിൽ വെളുപ്പിക്കും. ഇല്ല, നമ്മൾ കറുപ്പിക്കും. ഇല്ല മോളെ, നമ്മൾ കറുപ്പിക്കും, വളർത്തും കേട്ടോ. കാർക്കൂന്തലൊക്കെ അങ്ങോട്ട് കറുപ്പിക്കും, മുടി വളർത്തും. ഇല്ലെങ്കിൽ മുട്ടയടിക്കും. ഇല്ലേ നമ്മൾ അല്ലേ? എൻ്റെ കൂടെ ഇവിടെ എൻ്റെ കൂടെ ഒരാളുണ്ട് കേട്ടോ. പിന്നെ ഇന്നെനിക്ക് കൂട്ടിനൊരു ക്യാമറ വുമണുണ്ട്. അപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പായ്ക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് പച്ച ഉലുവാപ്പൊടി വേണം. പക്ഷേ ഞാനിവിടെ എത്ര പ്രാവശ്യം ഇട്ട് ഉലുവ പച്ചക്കിട്ട് പൊടിച്ചാലും എൻ്റെ സുജാത ചേച്ചിയുടെ കൊച്ചുമോടെ പല്ല് ഫുള്ളങ്ങ് പോവും, അടർന്നങ്ങ് പോവും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനതങ്ങ് നിർത്തി. അപ്പോൾ നമ്മുടെ ഉലുവാപ്പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോഴതാണ് ഇതിന് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇതിനായിട്ട് ഇതെടുത്ത് വയ്ക്കും. മറ്റേതല്ലാതെ എനിക്ക് പൊടിഞ്ഞ് കിട്ടുന്നില്ല. നന്നായിട്ട് ഇത് പൊടിയണം കേട്ടോ. അങ്ങനെ നമ്മുടെ തലമുടിയിൽ ഇട്ട് കൊടുക്കാവൂ. അപ്പോഴും നമുക്ക് ഉലുവാപ്പൊടി വേണം. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം. പിന്നെ നമുക്ക് നാടൻ കോഴിമുട്ട വേണം. പിന്നെ നമുക്ക് പുളിസി അടിക്കേണ്ട മുട്ട എടുത്ത് തലയെ തേക്കില്ലയോ. പിന്നെ നമുക്ക് നാരങ്ങ വേണം. പിന്നെ കുറച്ച് തൈര് കേട്ടോ. അപ്പോൾ ഇത്രയും മതി നമ്മുടെ മുടി വളർത്താനുള്ള പായ്ക്ക്. ഇല്ല, ഉരുണ്ട് അവൻ ചാടി പോകത്തേ ഉള്ളൂ. നമുക്ക് മുടിയിലിടാനുള്ള പായ്ക്ക് എങ്ങനെ തയ്യാറാക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ആരായി ഇവിടെ ഒളിഞ്ഞു നോക്കുന്നേ. ഇത് നമുക്ക് ഉലുവാപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിഞ്ഞിരിക്കുകയാണ്. കട്ടയോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിപ്പൊട്ടിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേ നമുക്ക് വേണ്ടത് നാരങ്ങ. താരനൊക്കെ പോകാനൊക്കെ നല്ലതാട്ടോ മോളെ. ഓനെൻ്റെ മുടിയിൽ താരനുണ്ടോ? ഇല്ല, കുഞ്ഞുമാവയല്ലേ, താരനൊന്നുമില്ല കേട്ടോ. ഉണ്ടോ? എന്നാൽ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ചുമ്മാ കള്ളത്തിനൊന്നും പറയല്ലേ. നല്ല കക്ഷിയെ ഞാൻ പിടിച്ച് നിർത്തിയേക്കുന്നത് കേട്ടോ. ഉള്ള സത്യങ്ങൾ മൊത്തം വെളിച്ചത്താക്കും കേട്ടോ. എന്നിട്ട് ഇവരെല്ലാം കേൾക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ മുട്ട മിക്സ് ചെയ്യണം. ഇങ്ങനെ അറിയാമല്ല. ഇനി നമുക്ക് നമ്മുടെ ആ മുട്ടക്കൂട്ടിനെ ഫുള്ളായിട്ട് അങ്ങ് തല്ലിപ്പൊട്ടിക്കുക. വെള്ളം മാത്രം മതിയായിരുന്നു. പക്ഷേ നമുക്ക് പൈസയ്ക്ക് മുട്ടയ്ക്ക് ഭയങ്കര വിലയല്ലേ, അല്ലയോ? ഭയങ്കര വിലയല്ലേ. അപ്പോഴതുകൊണ്ട് നമ്മൾ ഫുള്ള് തല്ലിപ്പൊട്ടിച്ച് ഇടുക. എൻ്റെ ദൈവമേ, പൊളാന്നും പറഞ്ഞു പോയില്ല. എൻ്റെ കയ്യെ കിട്ടി കേട്ടോ. അത് സാരമില്ലടേ, ചളവായി കേട്ടോ. മുട്ട പൊട്ടിച്ചത് ചളവായില്ലേ. ശരി, ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. കുഴപ്പമില്ല. ഞാൻ അവിടെ ഒരു പൊട്ടിച്ചു. ആരോടും പറയട്ടെ കേട്ടോ. നമുക്ക് നാളെക്കേടാ ഇതൊക്കെ. നമ്മളിങ്ങനെയൊക്കെയാണോ തൈര് ഒഴിക്കണേ? ഞാൻ ശരി വെള്ളം ഒഴിക്കണ്ടായോ എന്നാ ചോദിക്കുന്നതിന്. നമുക്കിത് മിക്സ് ചെയ്യണം. നമുക്ക് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഇനി തൈര് ഒഴിക്കണ്ടേ? തൈര് ഒഴിക്കണം. പിന്നെ അല്ലാതെ മോൾ ഇതൊക്കെ പറഞ്ഞു തരും അല്ലയോ. ആവശ്യത്തിന് തൈര് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യട്ടോ. മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. നിങ്ങളുടെ സുജാത ചേച്ചിയുടെ മോക്ക് പല്ലിന് നല്ല മൂർച്ച ഉണ്ടെങ്കിൽ ഇട്ടങ്ങ് പൊടിച്ചു. പക്ഷേ നാരങ്ങ നീര് സുപ്പുവിൻ്റെ സുജാത ചേച്ചിയുടെ കൊച്ചുമോടെ പല്ല് മൊത്തം പൊഴിഞ്ഞു പോക്കാം. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ഞാൻ നാരങ്ങ നീരിനെ കഴിക്കല്ലേ. കളിപ്പന്നേ. മുടി വളരും വേണോ? ഒത്തിരി മുടിയാവും.
വീട്ടിൽ വന്ന് പറഞ്ഞു തന്നാൽ മതി. അറിയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ മുടിയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. എണ്ണയൊന്നും ഒഴിക്കണ്ട. എണ്ണയൊന്നും നമ്മുടെ മുടിയിൽ വേണ്ട. എണ്ണയൊന്നും നമ്മുടെ മുടിയിൽ വേണ്ട. നമ്മുടെ മിക്സിങ്ങിനകത്ത് മിക്സ് ചെയ്തതിനകത്ത് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മുടിയിൽ എണ്ണയൊന്നും വേണ്ട. പിന്നെ ഇത് നമ്മൾ ചെയ്തിട്ട് അത് നമുക്ക് ചെടിയുടെ മുട്ടിക്കൊണ്ടിടാം. തോട് പിന്നെ എന്താ മിക്സ് ചെയ്തിട്ട് എന്താണ് പറയാൻ വന്നത് മറന്നുപോയി. ഷാമ്പു ഒന്നും ഇടരുത് കേട്ടോ. പിന്നെ ഷാമ്പു ഒന്നും ഇടരുത്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് 1 മണിക്കൂർ നിൽക്കാം. ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. ഷാമ്പുവും സോപ്പും ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ അടിക്കും. അങ്ങനെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നല്ല അടിയാൻ തരും. അല്ലയോ അമ്മ, നല്ല അടി കൊടുക്കത്തില്ല, നല്ല അടിയാൻ തരും. അപ്പോഴും നമുക്ക് ഇടാം. കാർക്കൂന്തൽ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആദ്യം തന്നെ താരനൊക്കെ മാറ്റണം. താരനൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഇതുമാതിരിയുള്ള ട്രിക്കുകളൊക്കെ ചെയ്യാൻ. അപ്പോഴും നമുക്ക് നന്നായിട്ട് മുടിയുടെ ജടയൊക്കെ കളഞ്ഞ് ഒക്കെ ഇരിക്കണം കേട്ടോ. രാവിലെ കുളിച്ചതാണ്. മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ്. ഡൈയൊക്കെ എല്ലാവരും പരീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോഴും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഞാനിപ്പോൾ പുരട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പുരട്ടാം. നാരങ്ങച്ചാറ് മൊത്തം ഇവിടെ ഒരാൾ നിന്ന് കുടിക്കും. അപ്പോഴേ ഇട്ട് കൊടുക്കട്ടെ. മൂക്ക് വേണോ? ഇതേ നമുക്ക് ഇട്ട് കൊടുക്കാം. തണുപ്പാണ്. ഇല്ല, നാരങ്ങ നീരൊഴിച്ചത് കൊണ്ടോ? ഇല്ലടാ, എനിക്കറിയില്ലായിരുന്നു ഇത്. ഇതേ നമുക്ക് സ്കാൽപ്പിലോട്ട് ആദ്യം തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നമ്മൾ ഫുൾ മുട്ടയോ ഈ മക്കൾ പോകണ്ട. അവിടെയൊക്കെ ബൗബവും ഉണ്ട്. അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ബൗബവും. പോകണ്ട. നമുക്ക് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടിടാം കേട്ടോ. അപ്പോൾ ഇതേ ഫുള്ളായിട്ട് നമ്മൾ ആ മുട്ടയങ്ങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഒട്ടുമേ കളയണ്ട കേട്ടോ. മഞ്ഞയും വെള്ളം എല്ലാം ഫുള്ളായിട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കും. പൊന്നേ, നാളെ മുതൽ സ്കൂളിൽ പോകണ്ട കേട്ടോ. എൻ്റെ അടുത്ത് ഇങ്ങനെ കഥ പറയാൻ നിന്നോ? എനിക്ക് ആരുമില്ല ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കഥ പറയാൻ. എൻ്റെ പൊന്ന് പോകണ്ട നാളെ മുതൽ സ്കൂളിൽ കേട്ടോ. ഇങ്ങനെ എൻ്റെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ നിൽക്കാം കേട്ടോ. ഒരു ദിവസമെങ്കിലും ലീവ് എടുക്കാം. ഒരു ദിവസം ലീവ് എടുക്കാം. ഒരു ദിവസം നമുക്ക് ലീവ് എടുക്കാം. കുഞ്ഞ് പറഞ്ഞ കേട്ടോ, ഞങ്ങൾ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഇനി ഞങ്ങൾ സ്കൂളിൽ പോകുന്നില്ലത് കേട്ടോ. ഒരു ദിവസമൊക്കെ ലീവ് എടുക്കാവുന്നു. ടീച്ചർ എന്തിനെ ഓടിച്ചിട്ട് അടിക്കും. പാത്തിരിക്കാം നമുക്ക്. ടീച്ചർ ഓടിച്ചിട്ട് അടിക്കെങ്കിൽ അല്ലേ. ടീച്ചറിന്റെ വീട്ടിൽ പോകുമ്പോ ഇങ്ങോട്ട് എണീറ്റ് നമ്മൾ അങ്ങനെ ഫുള്ള് ഇങ്ങനെ തേക്കുക. അതൊക്കെ പിന്നെ നമുക്ക് സ്കാൽപ്പിലല്ലേ. അവിടെ ഇതൊക്കെ കണ്ടോണ്ടിരിക്കും. അവർക്ക് ഉറക്കമൊന്നുമില്ല. അവർ വൈകിട്ട് ട്രൈ ചെയ്തോളും കേട്ടോ. അവരിങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി പൂച്ചയ്ക്ക് മുടിയില്ലല്ലോ. അപ്പോഴാ മുട്ട തരയിൽ അവരിങ്ങനെ കൊടുത്തു. കോഴിക്കോട്ടില്ല ആരെങ്കിലും പൂച്ചക്കുഞ്ഞിന് ചെയ്തു. എനിക്ക് വയ്യ. എനിക്ക് ചിരി വന്നിട്ട് വയ്യ കേട്ടോ. എല്ലാം കേൾക്കും. അവരെല്ലാം ഇത് കേൾക്കും. ഈ വീഡിയോക്കകത്ത് ഉള്ളവർക്കെല്ലാം ചിരി വരും കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ പൂച്ചക്കുഞ്ഞിനെ നിന്റെ പപ്പയും മമ്മിയും അത്. എന്റെ കുഞ്ഞ് 2 പേരുണ്ട്. ആണോ? ഞാൻ തന്നതല്ലേ കുഞ്ഞിനെ. 2 പേരുണ്ട്. ഒന്നച്ഛൻ ഒരെണ്ണം അച്ഛൻ ഒരെണ്ണം അമ്മ. അതിനെ അവർ പിണങ്ങി വന്നിരിക്കുക. മക്കളെ തന്നതിന് എന്നോട് പിണങ്ങി വന്നിരിക്കുക കേട്ടോ. അവർ സമരത്തില്ല. അപ്പോഴും നമ്മൾ കഥയും പറഞ്ഞ് എനിക്ക്
മുട്ടയുടെ ഇത് ആ വെള്ള. പിന്നെ നമ്മൾ കഥയൊക്കെ പറഞ്ഞു നമ്മൾ ഫുള്ള് തേച്ചു. നല്ല കറുപ്പൊക്കെ ഉണ്ടാവും മുടിക്ക് കേട്ടോ. മുടി വളർച്ചയ്ക്കും കറുപ്പ് മുടിക്ക് നല്ല കറുപ്പും. ചേട്ടനല്ല, ചേട്ടൻ്റെ കാര്യമുള്ള ഇപ്പോഴും ഓർമ്മ. മുടിക്ക് നല്ല കറുപ്പും വളരാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു അമ്മ കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഇങ്ങനെ അങ്ങോട്ട് തേച്ച് നമ്മൾ 1 മണിക്കൂർ നിൽക്കുക. ഫുള്ള് തേച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഒന്നാ തേക്കണ്ടായിരുന്നോ? 1 മണിക്കൂറല്ലേ? 1 മണിക്കൂർ നിൽക്കും. എനിക്കറിയത്തില്ല. ഞാൻ കിടക്കുന്നില്ല ഇന്ന്. തല തേച്ചിട്ട് നമ്മളെങ്ങനെ കിടക്കുന്നേ? നമ്മുടെ മെത്തയിലെല്ലാം ആവത്തില്ലേ? ഇന്ന് നമുക്ക് ഉറങ്ങണ്ട അല്ലേ? നീ എന്നെ നാണം കെടുത്തു. ഞാൻ ഉറങ്ങത്തില്ലെന്നൊക്കെ ഇതിനോട് പറഞ്ഞേക്കുന്നേ. പക്ഷേ എന്തിന് നാണക്കേടായിപ്പോയി. ഇതൊക്കെ അങ്ങ് തട്ടി വിടുവോ അതിനകത്തൂടെ, മീഡിയക്കകത്തൂടെ. അവർ വിചാരിക്കും ഞാൻ എന്നും കിടന്ന് ഉറങ്ങുവാന്ന്. അല്ലെന്ന് പറ. ഉറങ്ങത്തില്ലെന്ന് പറ. അതായത് കുഞ്ഞു സത്യം പറയത്തില്ല. ഇന്ന് നമ്മുടെ രണ്ടിൻ്റെയും കൂടെ വീഡിയോ വൈറലാവും കേട്ടോ. അതുകൊണ്ട് ഇന്നും വരണം കേട്ടോ കുഞ്ഞു കേട്ടോ. എന്നും വരണം കേട്ടോ. നാണക്കേടായി പോയി. എന്തൊരു നാണക്കേട്. അപ്പോൾ ഞങ്ങൾ കഥയും പറഞ്ഞതേ സംഭവം എല്ലാം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ നമുക്ക് താരനൊക്കെ പോവും. മുടി നന്നായിട്ട് വളരും. മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഇഞ്ഞു വായോ. എല്ലാവരും കണ്ടു കേട്ടോ. എല്ലാവരും കണ്ടു. അപ്പോൾ ഇത് അതൊരു പണിയായി. ഞാൻ പറഞ്ഞില്ലേ തല കാണിക്കരുതെന്ന്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും പപ്പ അപ്പോഴേ നമ്മൾ ഇനി 1 മണിക്കൂർ ഇങ്ങനെ നിൽക്കും. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കാർക്കൂന്തലിലെല്ലാം നമ്മൾ ഇട്ട് കാർക്കൂന്തലിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ നിൽക്കണം. ഷാമ്പു ഇടണോ? ഷാമ്പു വേണ്ടെന്നാണ് നമ്മുടെ മോള് പറയുന്നത്. ഷാമ്പു വേണ്ട ഇല്ലയോ? ഷാമ്പു ഇല്ലാതെ നമ്മൾ എന്തൊരു വെള്ളത്തിലാ? പച്ചവെള്ളത്തിൽ നമ്മൾ കഴുകുക കേട്ടോ. അപ്പോഴെന്നിട്ട് നന്നായിട്ട് ഉണക്കി മുടിയൊക്കെ അങ്ങോട്ട് കെട്ടി വയ്ക്കുക കേട്ടോ. അപ്പോഴേ മുടി വളർച്ചയ്ക്കും ഞാൻ പറഞ്ഞില്ലേ കറുപ്പിനും ഒക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ നിൻ്റെ കാർക്കൂന്തൽ ഇങ്ങനെ തറയെ വരെ കിടക്കുവാണോന്നൊന്നും ആരും ചോദിക്കേണ്ട. നിങ്ങളുടെ മുടി വളരട്ടെ. പിന്നെ അതൊക്കെ കാണുമ്പോൾ സുപ്പോലും കുഞ്ഞായിട്ടൊക്കെ ഒരു അസൂയ, കുശുമ്പ് ഇതൊക്കെ ഉണ്ടാവും. അത് സത്യം തന്നെയാണ് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കും. അതൊന്നും പറയല്ലേ. നാണക്കേടാ, അസൂയ, കുശുമ്പ ഒന്നും പറയരുത്. നാണക്കേടാ. എൻ്റെ കൊച്ചിന് ഇതെല്ലാം അറിയാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് എടുത്ത് വെക്കണ്ടേ. ഇനി നമുക്ക് അടുത്ത ആഴ്ച ഇടണ്ടേ പായ്ക്ക്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇട്ടൊക്കെ നോക്കണം. എന്നിട്ട് മുടിയൊക്കെ വളർത്തിക്കോ, കറപ്പിച്ചോ. ഇല്ല, അവർ മറക്കല്ലേ നിങ്ങൾ. അടുത്ത ആഴ്ച നിങ്ങൾ ഇടണേ ഈ സമയമാകുമ്പോൾ അല്ലേ? എൻ്റെ മോള് പറഞ്ഞ് മറക്കല്ലേ നിങ്ങൾ. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾ ഇടണം ഈ ഒരു അല്ലയോ? ഇന്ന് എന്തൊരു ആഴ്ചയാ? ഫ്രൈഡേ കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആണ്. അടുത്ത ഫ്രൈഡേ നമുക്ക് ഒന്നും കൂടെ തേക്കണം. അപ്പോഴേ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആരാ? പുതിയ കൂട്ടുകാർ, അല്ലി പോലുള്ള പുതിയ കൂട്ടുകാർക്ക്. അല്ലി പഴയ കൂട്ടുകാരിയുണ്ട്. അല്ലി പഴയ കൂട്ടുകാരിയാണ് കേട്ടോ. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ദൈവമേ, ഇവിടെ ഭയങ്കര അടി. ഇന്ന് ഭയങ്കര പൂച്ചകളും എല്ലാവരും കൂടെ ബഹളമാണ്. അപ്പോഴും നമുക്ക് നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നാളെ കാണാൻ കേട്ടോ. ഇവിടെ ആടിനാശം ബഹളം, പൂച്ചകൾ പട്ടികൾ എല്ലാവരും കൂടെ ഭയങ്കര അടി, കൂട്ടത്തല്ല്. ഞങ്ങളുടെ ഇവിടെ പിടിച്ചു മാറ്റാൻ പോകട്ടെ. പിടിച്ചു മാറ്റിയിട്ട് ഞങ്ങൾ ഓടി വരുന്നതാണ്. പാവം മതിലിൻ്റെ മേളിൽ കയറിയിരിക്കുന്നതുണ്ടോ? പട്ടിയുടെ കയ്യിൽ നിന്ന് കടി കിട്ടാതിരിക്കാൻ അവൻ മുകളിൽ കയറിയിരിക്കുക കണ്ടോ. മതിലിൻ്റെ മേളിൽ കയറിയിരിക്കുക കേട്ടോ. ആ പട്ടികളെ പിടിക്കാനായിട്ട് നടക്കും. പൂച്ചകളെ പൂച്ചകളെ പിടുത്തമാണ് പട്ടികളുടെ ഒരു ഭയങ്കര ഹോബിയാണെന്ന് തോന്നുന്നു. കടിച്ച് കീറുക കേട്ടോ.
കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്നു. അപ്പോഴേ നമുക്ക് നല്ല ടിപ്പുകളൊക്കെ ആയിട്ട് നാളെ കാണാം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്